സംസ്ഥാന വ്യാപകമായി ഗവൺമെന്റ് ഡോക്ടർമാർ പ്രതിഷേധിക്കുന്നു. ജോലി സമയം കൂട്ടിക്കൊണ്ട് ഇന്നലെ ഇറങ്ങിയ ഗവൺമെന്റ് ഉത്തരവിനെതിരെയാണ് പ്രതിഷേധം നടക്കുന്നത്. ഡോക്ടർമാരുടെ സംഘടനയായ KGMOയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. ഇടുക്കി ജില്ലയിലും വിവിധ ആശുപത്രികളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ തുടരുകയാണ്. നെടുങ്കണ്ടത്തുള്ള ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഞങ്ങൾ പ്രതി അനീഷ് ഇപ്പോൾ ചേരുന്നു. അനീഷ്, ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. ഇതിന് ഞാനിപ്പോൾ ഉള്ളത് നെടുങ്കണ്ടത്തുള്ള ഇടുക്കി ജില്ലാ ആശുപത്രിയിലാണ്. ഇവിടെ സംസ്ഥാന വ്യാപകമായി ഇന്ന് ഡോക്ടർമാർ പ്രതിഷേധത്തിലാണ്. അത്തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ നെടുങ്കണ്ടത്തും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്നലെ ഇറങ്ങിയ ഒരു ഉത്തരവുണ്ട്. ആ ഉത്തരവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതായത് ഡോക്ടർമാരുടെ അടക്കം ഡ്യൂട്ടി ടൈം കൂട്ടി എന്നുള്ള ഒരു ഉത്തരവാണ് എത്തിയത്. ആ ഉത്തരവിനെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം നടക്കുന്നത്. KGMOയുടെ പ്രവർത്തകരാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നത്. നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലെ സൂപ്രണ്ടായിട്ടുള്ള ഷെറിൻ സാറാണ്. സാർ, എന്താണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിന്? ഇത്തരത്തിലുള്ള പ്രതിഷേധത്തില് നമ്മുടെ ഇന്നലെ ഇറങ്ങിയ ഒരു ഉത്തരവാണ്. അത് വളരെ വിചിത്രമായിട്ടുള്ള ഉത്തരവായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നമ്മുടെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന സർക്കാർ ഡോക്ടർമാരുടെ ഒരു മൊറയിൽ തകർക്കുന്ന രീതിയിലുള്ള ഒരു ഉത്തരവാണ്. നമ്മളുമായിട്ട് കൂടി ആലോചിക്കാതെ ഒരു തുഗ്ലക്കൻ ഓർഡർ ആയിട്ട് തന്നെ നമുക്കിത് കാണേണ്ടതായിട്ട് വരും. വളരെ വിചിത്രമായിട്ടുള്ള രീതിയിലാണ് ഈ രീതിയിൽ ഈ ഓർഡർ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നമ്മുടെ ക്ലിനിഷ്യൻസ്, നമ്മുടെ ആശുപത്രിയിലെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ ഓരോ വിഭാഗത്തിലും ഒന്നോ രണ്ടോ, അത് ഏറ്റവും കൂടി 2 പേര് മാത്രമേ അവരിൽ നമ്മുടെ തസ്തിക ഇവിടെ ഉള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു ആശുപത്രി നമ്മൾ ഉന്തിത്തള്ളി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ, അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ജീവിതത്തെ ഹനിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവാണ് ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നത്. കാരണം നമ്മുടെ അത്യാഹിത വിഭാഗം നമുക്കൊരു മെഡിസിൻ സംബന്ധമായിട്ട് ഒരു പേഷ്യന്റ് വരികയാണെങ്കിൽ ആ മെഡിസിൻ ഡോക്ടർ രാത്രിയിൽ എപ്പോഴാണെങ്കിലും വന്ന് ആ പേഷ്യന്റിനെ കാണണം എന്ന് പറയുന്നത് വളരെ വിചിത്രമായിട്ടുള്ള ഓർഡറാണ്. ഏത് വ്യക്തിയാണ് ഏത് ജീവനക്കാരോടാണ് നമ്മൾ 24 മണിക്കൂറും തുടർച്ചയായിട്ട് നമ്മൾ ജോലി ചെയ്യാൻ ആവശ്യപ്പെടാൻ സാധിക്കുക? ഇത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അടുത്തൊരു ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ഓർഡർ ഗവൺമെന്റ് സർക്കാർ ഡോക്ടർമാർക്കെതിരെ രീതിയിൽ വരുന്നു? അത് ശരിക്കും ഇലക്ഷൻ ഗിമ്മിക്കാണെന്ന് തന്നെ നമുക്ക് കാണിക്കേണ്ടതായിട്ട് വരും. കാരണം നമ്മളുടെ ഇപ്പോൾ ഒരുപാട് കെട്ടിടങ്ങൾ പുതിയതായിട്ട് നമുക്ക് പടുത്തുയർത്തിയിട്ടുണ്ട്. ഇപ്പൊ ഈ പടുത്തുയർത്തിയതിൽ അതിനകത്ത് ഒരുപാട് പുതുതായിട്ടുള്ള സേവനങ്ങൾ കൊടുക്കാനായിട്ട് പര്യാപ്തമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറും അധികം താമസിക്കാതെ വരും. അങ്ങനെ വരുമ്പോൾ അതിനുള്ള മാനവശേഷി നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ആ രീതിയിൽ നമ്മൾ ഒരു കണക്കൂട്ടൽ കൊടുത്ത് നമ്മൾ ആ രീതിയിൽ നമുക്ക് ലഭ്യമാക്കി തരണം എന്നുള്ള ഒരു അപേക്ഷ നമ്മൾ സംഘടനയും നമ്മുടെ ആരോഗ്യ വകുപ്പും നമ്മളെ സർക്കാരിന് മുന്നിൽ വെച്ചതിന്റെ ഫലമായിട്ടാണോ ഈ ഒരു ഓർഡർ വന്നതെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നമ്മുടെ ഈ ഒരു അത്യാഹിത വിഭാഗം കഴിഞ്ഞ് നമുക്ക് പിന്നെ ഒരു തീവ്രപരിചരണ യൂണിറ്റ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ആ തീവ്രപരിചരണ യൂണിറ്റിൽ നമുക്ക് നഴ്സുമാരുടെ എണ്ണം കൂടുതലായിട്ട് വേണം, അങ്ങനെ അത് ഡോക്ടർമാരുടെ എണ്ണം കൂടുതലായിട്ട് വേണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ മാനവശേഷി നമ്മൾ കൂട്ടേണ്ടതായിട്ടുണ്ട്. അതല്ലാതെ ഉള്ളവരെ കൊണ്ട് നമ്മൾ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന രീതിയിൽ നമ്മൾ അധിക ഭാരം കൊടുക്കുക എന്നുള്ളത് അല്ല. അത് ശരിക്കും ഒരു പഠനവും നടത്താതെ, ഒരു ഹോംവർക്ക് നടത്താത്ത രീതിയിൽ അടുത്തുയർത്തിയ ഒരു ഓർഡറാണ്. മനസ്സിലായത്? നമുക്ക് അതുകൂടാതെ നമുക്ക് ഇപ്പൊ ഓഫീസിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഓഫീസില് സൂപ്രണ്ട് ഓഫീസിന്റെ മേലധികാരിയാണ്, ഓഫീസ് തലവനാണ്. അപ്പം നമ്മളുടെ കൂടെയുള്ള ആൾക്കാർ, ജീവനക്കാരുടെ സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 10 മണി മുതൽ 5 മണി വരെയാണ്. സൂപ്രണ്ടിന്റെ സമയം ഇപ്പൊ വെച്ചേക്കുന്നത് രാവിലെ 8 മണി മുതൽ 3 മണി വരെ. ഇപ്പോൾ എന്ത് സംഭവിക്കും? രാവിലെ 8 മണിക്ക് സൂപ്രണ്ട് വന്നിരിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഒരു ക്യാൻറ്റീനുമായിട്ട് നമ്മൾ വേണമെങ്കിൽ ഒരു എക്സാമ്പിളായിട്ട് കൂട്ടുകയാണെങ്കിൽ, എങ്ങനെയാണ് നമ്മൾ അവസാനം വിളമ്പുന്നത് തന്നെ? ഇപ്പൊ ഞാൻ അവസാനം ആ ഒരു ഓർഡർ മേലെ അല്ലെങ്കിൽ ഓരോ ഉത്തരവിന്മേൽ ഒപ്പ് ചേർത്തുന്ന ആളാണ് സൂപ്രണ്ട്. അപ്പം അതിനു മുമ്പ് ഇതിനു വേണ്ടി ഡ്രാഫ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അതിനെ ടൈപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ജീവനക്കാരെല്ലാം വരുന്നത് വളരെ വൈകിയാണ്. അതിനു മുമ്പ് ഈ അവസാന ഒപ്പ് ചേർത്ത് ഇവിടെ വന്നിരുന്നിട്ട് എന്ത് കാര്യം? അപ്പം നമുക്കിപ്പം ഒരു ക്യാൻറ്റീനിൽ ആയിട്ട് നമ്മൾ സാദൃശ്യം നോക്കുകയാണെങ്കിൽ, നമ്മൾ അവസാനം നമ്മൾ ഈ ഒരു ചായ വിളമ്പുന്നയാൾ വരുന്നത് 8 മണിക്കും, ചായ പാല് കറക്കുന്നയാൾ വരുന്നത് 10 മണിക്കും. അത് എങ്ങനെ, ആർക്കാണ് പ്രയോജനം ലഭിക്കുക? എന്നിട്ട് ഈ അവസാനം ഒപ്പി ചേർക്കുന്നയാൾ 3 മണിക്ക് പൊക്കോളാനാ പറയുന്നത്. അപ്പൊ ഈ അവസാനം നമ്മൾ ഈ പറഞ്ഞ ഈ ഓർഡറുകളൊക്കെ ഉണ്ടാക്കി, അതല്ലെങ്കിൽ നമുക്ക് ഈ ഉത്തരവുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ആൾ അത് അവസാനം നമുക്ക് അടുത്ത ദിവസത്തേക്ക് ഇനി മാറ്റി വെക്കേണ്ടത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സേവനം നമ്മൾ കുറയ്ക്കുന്ന രീതിയിലോട്ടുള്ള ഒരു ഉത്തരവാണിത്. കാരണം നമ്മൾ 8 മണിക്ക് വരുന്നത് കൊണ്ട് നമ്മൾ 10 മണിക്ക് ശരിക്കും ഓഫീസ് തുറക്കുന്നുള്ളൂ. അപ്പൊ 10 മണി മുതൽ 3 മണിയാകുമ്പോൾ സൂപ്രണ്ട് പോകാനാ പറയുന്നത്. അപ്പൊ 10 മണി മുതൽ 5 മണി വരെ വർക്ക് ചെയ്യുന്ന ഓഫീസിനെ 10 മണി മുതൽ 3 മണി മാത്രം വർക്ക് ചെയ്താൽ മതി എന്ന രീതിയിലുള്ള ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ ഓർഡർ കൊണ്ട് നമുക്ക് ഉണ്ടാവുക. അപ്പം ശരിക്കും വളരെ
നമുക്ക് ഒരിക്കലും സ്വീകാര്യമല്ലാത്ത രീതിയിലാണ് ഈ ഓർഡർ പോയിരിക്കുന്നത്. അപ്പൊ എത്രയും വേഗം വേറെ ഒരു ഉപാധികളില്ലാതെ ഇത് പിൻവലിക്കുക. നമ്മുടെ ആശുപത്രിയിലെ ജീവനക്കാരും നമ്മുടെ KGMA സംഘടനയും പഴയ രീതിയിലുള്ള ഓർഡർ മാത്രമേ പാലിക്കുള്ളൂ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അത് നിതിൻ, ഇങ്ങനെ തന്നെയാണ്. അതായത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഉത്തരവ് അപ്രാപ്യമാണെന്നാണ് ഈ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും ഒക്കെ തന്നെ പറയുന്നത്. എന്താണെങ്കിലും ജില്ലയിലെ മേജർ ആശുപത്രികളിലാണ് ഇത്തരത്തിലുള്ള സമരം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ നിലവിലെ അവസ്ഥ. നിതിൻ.